നമുക്കൊരു ഓട്ടട ഉണ്ടാക്കിയാലോ. അതിന് ആവശ്യമായ ആട്ടപ്പൊടി, അതിലോട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ കുഴച്ചെടുക്കുവാണ്. വെള്ളം ഒരുവിധം വെള്ളമാക്കി വേണം കുഴയ്ക്കാൻ. എന്നിട്ടിതാ ഇലയിൽ വെച്ചു നല്ലപോലെ നേർമൻ പരത്തണം, എന്നാലാണ് ഇത് ഉള്ളെല്ലാം വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ പരത്തി, ഇതെന്ത് രസമാണെന്നറിയാം. ഇങ്ങനെ പണ്ട് പുള്ളിയുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയെല്ലാം ഉള്ള കാലത്ത് മിക്ക ദിവസവും വൈകുന്നേരം ഈ മഴ പെയ്യുമ്പോൾ എന്നതാടി തിന്നാൻ ഓട്ടട ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ എപ്പോഴും ഉണ്ടാക്കുവേ. അപ്പോൾ ഇന്ന് എനിക്കൊരു ഭയങ്കര ഒരു ഇഷ്ടം. അപ്പോൾ ഇത് തേങ്ങയും ശർക്കരയും ഏലക്കപ്പൊടിയും എല്ലാം കൂട്ടി ആക്കിയതാണ്. അപ്പം കുറച്ച് കട്ടിക്ക് നമ്മൾ ഇപ്പം 4 പേരെ ഇവിടെയുള്ളൂ. അപ്പം 4 പേർക്ക് ഓരോന്ന്, ഒരു ചായക്കൊരു രസം. അവരെ ഓർമ്മ വന്നപ്പോൾ ഒന്ന് ഉണ്ടാക്കണം തോന്നി. അവരെല്ലാം ഉള്ള കാലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാലം. അവരെല്ലാം മരിച്ചിട്ടിപ്പം ഓരോ അച്ഛൻ മരിച്ചിട്ടിപ്പോൾ 8-9 വർഷമായി, അമ്മ മരിച്ചിട്ട് 11 വർഷമായി, 10 വർഷമായി. ഇത് തുറക്കുമ്പോഴുള്ള മണം എൻ്റെ അമ്മ, ഇലയെല്ലാം നല്ലോണം മൊരിഞ്ഞിട്ട് ഒരു പ്രത്യേക മണം. അപ്പം നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. കട്ടൻ ചായയോ അല്ലെങ്കിൽ പാൽ ചായയോ കൂട്ടി കുടിക്കാൻ അടിപൊളിയാണ് ഇത്.